പിന്നെ ആ അച്ചായനെ പറ്റി ഇപ്പം പരാമർശങ്ങൾ, ആ വിവാദങ്ങൾ ഓക്കെ യൂട്യൂബർ ശരി ശരി. പറയുന്നുണ്ട്. നമ്മള് ആത്മാർത്ഥമായിട്ടല്ല ചെയ്ത്. ഞാൻ ഒരു കള്ളത്തരം ചെയ്ത്. എന്റെ പുറകെ എന്തുമാത്രം മീഡിയാസ്, എന്തുമാത്രം ക്യാമറ എന്റെ പുറകെ വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് തന്നെ അറിയാലോ. ഉറപ്പായിട്ടും വരും അല്ലെ. ഒരു ചാരിറ്റി ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എവിടെ നിന്നാണ് ഫണ്ട്, എങ്ങനെയാണ് ഫണ്ടിന്റെ ഓരോട് അല്ലെ, ചെയ്യും. എവിടെ നിന്നെങ്കിലും ഫണ്ട് വരുന്നുണ്ടോ, ഇതെല്ലാരും അന്വേഷിക്കും. ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നത്, ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല. ഇതുവരെ ഒരു ഫണ്ട് ആരുടെ നിന്നും വരുത്തിയിട്ടില്ല. ഇന്ന് വരെ എനിക്ക് തോന്നുന്ന ഒരു ഫണ്ട് ഞാൻ ഒരു മനുഷ്യനോട് ഈ നിമിഷം വരെ ഞാൻ വായിച്ചിട്ട് അത് നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കും. പിന്നെ ഒറ്റ കാര്യം ഒഴിച്ചിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച്, 40 വീട് പണിതിട്ട് ഒരു വീടിൽ, അതായത് 31ാമത്തെ വീടെന്നും കണ്ടല്ലേ പറയാം, 40 വീട് പണിതിട്ട് ഒരു വീട് ഞാൻ പറ്റിച്ചെന്ന് അല്ലെ തട്ടിപ്പ് കാണിച്ചെന്ന് പറയുന്നത് മണ്ടന്മാരാണോ ജനങ്ങള്? ഒരു വീട്ടിൽ മാത്രം ഞാൻ എന്നെ തട്ടിപ്പ് കാണിക്കും. അപ്പൊ 39 വീട്ടിൽ ഞാൻ തട്ടിപ്പ് കാണിക്കണ്ടേ? വേണോ വേണ്ടയോ? 39 വീട്ടിൽ ഞാൻ തട്ടിപ്പ് കാണിക്കണ്ടേ? ഈ ഒരു വീട്ടിൽ പോയി അത്ര തട്ടിപ്പ് കാണിക്കും ഞാൻ എന്റെ മണ്ടനോ? അല്ല, ഞാൻ ചോദിക്കും, ഈ യൂട്യൂബറും മണ്ടന്മാരാണോ? അതെ ഞാൻ ചോദിക്കും. അവർ ഈ 39 വീടിന്റെ ലിസ്റ്റ് കൂടെ ഒന്നും എടുത്തൂടെ? അല്ല, ഞാൻ ഈ 4-5 വർഷമായിട്ട് അന്നദാനം കൊടുക്കുന്നു, അതിന്റെ ഒന്നും ലിസ്റ്റ് എടുത്തൂടെ? ഈ 40 വീട് പണിതിട്ട് 39 വീട് പണിത് കറക്റ്റ് ആയിട്ട് ഒരു വീട് മാത്രം ഞാൻ പറ്റിച്ചു. എന്ത് ചോദ്യം? ഇത് ജുവലറിക്കാരെ, എന്റെ ഓപ്പോസിറ്റുള്ള സ്വർണ്ണക്കടക്കാരെ എന്നെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്ന പണി. ഒന്നും കൊടുക്കാൻ പറ്റില്ല, കാരണം എന്നെ സ്നേഹിക്കുന്ന ജനങ്ങളാണ്. ആത്മാർത്ഥമാണ്. ഞാൻ ആരുമില്ല, നാളെ ഒന്ന് എനിക്കൊന്നും നമുക്കറിയില്ല, എപ്പോഴും പറയുന്നത്. പക്ഷെ എന്നെ കൊടുക്കാൻ വേണ്ടി കുറെ എന്റെ ഓപ്പോസിറ്റ് 40 കടയായില്ലേ, 40 കടയാകുമ്പോൾ 40 വീട് പണിതപ്പോ സ്വർണ്ണക്കടക്കാർക്ക് ഇഷ്ടപ്പെടും, ഓപ്പോസിറ്റുള്ള ജുവലർക്കാർക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുമല്ലോ. അപ്പൊ എന്നെ കൊടുക്കാൻ വേണ്ടി നക്കാപ്പിച്ച കൊടുത്ത് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് ഈ പരിപാടി. പിന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുക, ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക. 40 വീട് പണിതിട്ട് 39 വീടും ഞാൻ ആത്മാർത്ഥമായിട്ട് ചെയ്തു, പറ്റിച്ചിട്ടില്ല. ഒരു വീട് ഞാൻ പറ്റിച്ചു. എന്റെ ദൈവമേ, കേട്ടിട്ട് തന്നെ എനിക്ക് സങ്കടം വരുന്നു. ഇനിയെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ഈ നക്കാപ്പിച്ച തൊണ്ടക്കടക്കാരോട് മേടിച്ചോ, നിങ്ങൾ എന്തെങ്കിലും എന്നെ ഇട്ടോ, യൂട്യൂബിലോ എന്ത് വേണമെങ്കിലും ഇട്ടോ. ഒറ്റ കാര്യമുള്ളൂ, ഇനിയും കുറെ പാവങ്ങളെ സഹായിക്കുന്നുണ്ട്, ജപ്തിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനുണ്ട്, അതുപോലെ വിദ്യാഭ്യാസം ചെയ്തു. ദയവ് ചെയ്ത് അതിലെന്നെ വിട്ടോ. നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ, എനിക്ക് ഒരു കുഴപ്പമില്ല, സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. അത് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞു. പക്ഷെ എനിക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാൻ, എന്നെ ഒന്ന് വിട്ടാൽ മതി. നിങ്ങൾക്ക് എത്രയോ പേര് ചെയ്യാനുണ്ട്, എത്രയോ പേരെ അഴിമതിക്കാരെ പിടിക്കാനുണ്ട്. അതൊന്നും പിടിക്കാതെ ഈ സ്വന്തം വരുമാനത്തിൽ നിന്ന് സ്വന്തം കാശ് വെച്ച് ചെയ്യുന്ന എന്നെ എന്തിനാ? ഞാൻ നാളെ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെന്നല്ലേ ഉള്ളൂ അല്ലെ. ചെയ്തില്ലെങ്കിൽ നിർത്തി, ചാരിറ്റി നിർത്തി, ചെയ്തില്ല, അത്രേ ഉള്ളൂ. അതിന് ആരുടെ ഫണ്ട് മേടിച്ചിട്ടല്ലോ ചെയ്ത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, 40 വീട് ചെയ്തിട്ട് ഒരു വീട് പറ്റിച്ചു, 39 വീട് ആത്മാർത്ഥമായിട്ട് ചെയ്തു. കഷ്ടം.